നിങ്ങളുടെ കയ്യിലെ ആധാർ കാർഡ് എന്താണെന്ന് ഓർത്തേ. നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ പേരിന് പകരമുള്ള സംഖ്യയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 2010-11 പ്രണബ് മുഖർജി ഫൈനാൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ 1900 കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ് അലോട്ട് ചെയ്തു ഇന്ത്യയിലെ പൗരന്മാർക്ക് നമ്പർ കൊടുക്കാൻ. ജോൺ ബി തോമസ് എന്ന എന്റെ പേരിൽ നൂറുകണക്കിന് ആളുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ ഒരു കാർഡുണ്ട്. ആ കാർഡിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സർക്കാരിന് ഇപ്പം വേണ്ടത് നിങ്ങളുടെ നമ്പറാണ്, പേരല്ല. നിങ്ങളുടെ പേര് വേണ്ട, സർക്കാരിന് നിങ്ങളുടെ നമ്പറാണ് വേണ്ടത്. അത് ഇറക്കിയപ്പം പറഞ്ഞു ഇഷ്ടമുള്ളവർ എടുത്താ മതി. ഇപ്പോൾ എങ്ങനുണ്ട്? അന്ന് പറഞ്ഞു 2010-11 ഇഷ്ടമുള്ളവർ എടുത്താൽ മതി. ഇപ്പോൾ എങ്ങനുണ്ട്? സഹോദരന്മാരെ, എന്റെ കേൾവിക്കാരോട് പറയട്ടെ, ബൈബിള് സത്യമാ കേട്ടോ. 2000 വർഷം മുമ്പ് ഇവിടെ എഴുതി വെച്ചു, പേരിന്റെ സംഖ്യ വേണം, പേരിന്റെ സംഖ്യ വേണം. ഗവൺമെന്റും കമ്പ്യൂട്ടറും സംഖ്യയുടെ പേരാണ്. ആ സംഖ്യയിലാണ് മുഴുവൻ കണക്കാക്കുന്നത്. സംഖ്യയ്ക്ക് പകരമായ ഒരു മാർക്കുമുണ്ട്. ആധാർ കാർഡിന്റെ അറ്റത്ത് നോക്കിയോ, ഒരു ചതുരത്തിൽ കാണാൻ കുറെ വരയെല്ലാം കൂടെ കുരച്ചു വെച്ചിരിക്കുന്നത്. അതൊരു സംഖ്യയാണ്. ആ സംഖ്യയ്ക്ക് പകരമായി മുദ്രയാണ്. ഒരു സ്കാനർ കൊണ്ട് അതിൽ ഇങ്ങനെ പിടിച്ചാൽ അതൊരു നമ്പറായിട്ട് വരും. നോക്കിക്കേ, സൗരന്മാര് കാണിക്കുന്നത് കണ്ടോ? ഇവിടെ എഴുതിയിട്ടുണ്ട് അത് 666 ബുദ്ധിയുള്ളവൻ കണക്കാക്കിക്കോളാൻ പറഞ്ഞു. ഇപ്പോൾ എന്തോ മേടിച്ചാലും കാണാൻ തന്നെ ഇതുപോലെ ബാർകോഡ്. എന്ത് മേടിച്ചോ, സോപ്പോ ജീപ്പോ, നിങ്ങൾ എന്തോ വേണേലും കടയിൽ നിന്ന് മേടിച്ചോ, എല്ലാത്തിന്റെ മണ്ടയ്ക്കും കാണാം ഈ ബാർകോഡ്. ദൈവം 2000 വർഷം മുമ്പ് പറഞ്ഞു ബുദ്ധിയുള്ളവൻ ഗണിച്ചോണം. ഇതെവിടെ? ബൈബിളിൽ ഒരൊറ്റ പരാമർശവുമില്ല. ഞാൻ വിശ്വസിക്കുന്നു വിൽപ്പനയും വാങ്ങലും നിയന്ത്രിക്കുന്നത് കമ്പ്യൂട്ടർ മൂലം. അന്തർദേശീയ വ്യാപാരം ഒരു കമ്പ്യൂട്ടറിന്റെ കീഴിൽ വരുമ്പോൾ കമ്പ്യൂട്ടർ വായിക്കുന്നത് സംഖ്യയല്ല, സംഖ്യയ്ക്ക് പകരമായ മാർക്കാണ്. ആ മാർക്കാണ് ഇവിടെ കണ്ട ബാർകോഡ്. നോക്കിക്കട്ടെ, ആ ബാർകോഡ് ഒന്ന് എടുത്താട്ടെ. ആ ബാർകോഡ് കണ്ടോ? ആ ബാർകോഡിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ 2 പാരലൽ ലൈൻ മുന്തി നിൽപ്പുണ്ട്. ഒരറ്റത്ത്, അങ്ങേയറ്റത്ത് നടുക്കും നിൽപ്പുണ്ട്. നിങ്ങൾ ഇനി ഏത് ബാർകോഡ് എടുത്തു നോക്കിയോ, ഈ പാരലൽ ലൈൻ 3 തെള്ളി നിൽപ്പുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ആ പാരലൽ ലൈൻ 6. എല്ലാ ബാർകോഡിലും 666 മുന്തി നിൽപ്പുണ്ട്. എല്ലാ ബാർകോഡിലും ഉണ്ട്. ബുദ്ധിയുള്ളവൻ ഗണിച്ചോളാൻ പറഞ്ഞു. തീർന്നില്ല. ഇന്ന് ലോകം മുഴുവൻ ബന്ധിപ്പിച്ച ഇന്റർനെറ്റ് പണ്ട് എഴുത്തയക്കണമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ന്യൂസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ടക്ക് 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 എന്നും പറഞ്ഞ് ഇങ്ങനൊരു കടലാസ് കയറ്റി വിട്ട യു പി എന്നൊക്കെ പറയുന്ന ഈ വാർത്തകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനോരമയൊക്കെ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ എങ്ങനെയാ? ഇന്റർനെറ്റ്, www. നോക്കിയേ, എന്താണ് ഈ www? നമുക്ക് എബ്രായ അക്ഷരമാലയൊന്ന് നോക്കിയാട്ടെ. അതിനകത്തുണ്ട് ഇവിടെ എബ്രായ അക്ഷരമാല. അവിടെ ഇടത്ത് നിന്ന് ഇങ്ങോട്ടാണ് അത് വായിക്കുന്നത്. ആലെഫ് ബെയ്ത്ത്. അവിടെ മഞ്ഞയിൽ മാർക്ക് ചെയ്ത് കണ്ടോ? 6 W ആണ്. W എന്ന് പറഞ്ഞാൽ 6 എന്നാണ്. Yes, 6 എന്ന് പറയുന്നത് V അല്ലെങ്കിൽ W. വൗ. ഇനിയും ഒന്ന് നോക്കിയേ, www എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, കൃത്യം 666. ലോകത്തെ കമ്പ്യൂട്ടർ ശൃംഖലയിൽ ബന്ധിച്ച ഈ ബന്ധനം 666 ആണ്. തീർന്നില്ല. ഒരു ശാസ്ത്രമുണ്ട്, ജീമാട്രിയ. ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ, ഇംഗ്ലീഷ് 4 ഭാഷകളുടെ ഒരു ശാസ്ത്രമുണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടറിൽ കയറി നോക്കിയോ, ജീമാട്രിയ. ആൽഫബറ്റ്സിന് ചില പ്രത്യേക സംഖ്യകൾ കൊടുത്താൽ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡിന് ചില അർത്ഥം വരും. ഇംഗ്ലീഷ് അക്ഷരമാല A to Z, ജീമാട്രിയ എന്നാ പറയുന്നത്. എയ്ക്ക് 6 കൊടുക്കണം, ബിക്ക് 12 കൊടുക്കണം, ഇസഡ് വരെ 6ന്റെ ഗുണനങ്ങൾ എഴുതിയിട്ട് ഇത് COMPUTR എന്ന് എഴുതിയിട്ടൊന്ന് കൂട്ടി നോക്കി. എങ്ങനുണ്ട്? ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇംഗ്ലീഷ് ജീമാട്രിയ കമ്പ്യൂട്ടറിന്റെ 666. തീർന്നില്ലേ?
കമ്പ്യൂട്ടറിൽ ഗൂഗിൾ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, സോറി ഗൂഗിൾ ക്രോം. ആ എംബ്ലം 666. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും അന്തർദേശീയമായ ലോകത്തെ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഓ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അന്തർദേശീയ വ്യാപാരം നിയന്ത്രിക്കുന്നത് ഇവിടെ രേഖപ്പെടുത്തിയതുപോലെ മനുഷ്യന്റെ പണം ദ്രവിച്ചു പോകുമ്പോൾ ഒരു പുതിയ നാണയ വ്യവസ്ഥയിലേക്ക് ലോകം വരും. അതിനാണ് ഇന്ത്യൻ സർക്കാർ നമ്മുടെ പ്രധാനമന്ത്രി മോഡിയെ മുന്നിൽ കൊണ്ടുവച്ചുകൊണ്ട് അദ്ദേഹത്തെ ആരെതിർത്താലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ഈ നാണയരഹിത കറൻസിക്ക് വേണ്ടി ഇന്ത്യ ഒരുങ്ങുന്നത് മറ്റൊന്നിനുമല്ല, വെളിപാട് 13 രേഖപ്പെടുത്തിയ അവസാന ഭരണത്തിന് വേണ്ടിയാണ്. ഇവിടെ ജ്ഞാനം ആവശ്യമാണ്. ബുദ്ധിയുള്ളവൻ ഗണിച്ചോ, ദൈവം പറഞ്ഞു ഗണിച്ചോ. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നവരോട് പറയട്ടെ, ഒരാഗോളവൽക്കരണത്തിന്റെ ശക്തമായി കാറ്റടിക്കുമ്പോ ലോകം ഒന്നിക്കുന്നു വ്യാപാരത്താൽ, യൂറോപ്പ് ഒന്നിച്ചു കഴിഞ്ഞു വ്യാപാരത്താൽ, ലോകം തുറന്ന ചന്തയായിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയുമ്പോൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ്, 2400 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ പ്രവചനങ്ങളിൽ നിന്നാണ് ചിലത് അടർത്തിയെടുത്ത് നോക്കിയത്. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് വളരെ ശക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തു വരുന്നു എന്നതിന്റെ, വേഗം വരുന്നു എന്നതിന്റെ വളരെ ശക്തമായ തെളിവുകളാണ് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ ഊന്നി പറയട്ടെ, ഈ യേശുക്രിസ്തു വേഗം മടങ്ങി വരുന്നു. അവൻ വരുന്നു എന്നുള്ളതല്ല, വേഗം വരുന്നു. ഈ തലമുറ അതിനായി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യഹൂദൻ മടങ്ങി വന്നു കഴിഞ്ഞു. വെസ്റ്റ് ബാങ്ക് അന്തർദേശ പ്രശ്നമായി കഴിഞ്ഞു. യുഎന്റെ സെക്യൂരിറ്റി കൗൺസിൽ അവർക്കെതിരായി തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ സഭ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ വരേണ്ട അവസാന ഭരണവും ആഗോളവൽക്കരണത്തിനു വേണ്ടി ലോകം ഏതാണ്ട് ഒരുങ്ങി അതിനുവേണ്ടി പിടിമുറുക്കി കഴിഞ്ഞു.